ഇറാനിയൻ വ്യോമാതിർത്തിയിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനിക F-35AB ലൈറ്റനിംഗ് സെക്കൻഡ് യുദ്ധവിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ. കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈൽ ഉപയോഗിച്ചാണ് വിമാനത്തെ ലക്ഷ്യം വെച്ചതെന്ന് IRGC പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നു. പ്രാദേശിക സമയം ഇന്നലെ പുലർച്ചെ 2:50ഓടെയാണ് സംഭവം നടന്നതെന്നും യുദ്ധവിമാനത്തിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇറാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിമാനം തകർന്നു വീഴാൻ വലിയ സാധ്യതയുണ്ടെന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അതേസമയം ഒരു അമേരിക്കൻ F-35 വിമാനം ഇറാനിൽ യുദ്ധദൌത്യത്തിനിടെ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നതായി US സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസും സ്ഥിരീകരിച്ചു. മധ്യേഷ്യയിലെ ഒരു സൈനിക താവളത്തിലാണ് വിമാനമിറക്കിയത്. വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയെന്നും പൈലറ്റിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം അറിയിച്ചു. വിമാനം അടിയന്തരമായി ഇറക്കാനിടയായ കൃത്യമായ കാരണം കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി അവസാനം സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാൻ ഒരു US വിമാനം വിജയകരമായി ആക്രമിക്കുന്നത് ഇതാദ്യമായാണ്. അതും ഏറ്റവും അത്യാധുനികമെന്ന് US വിശേഷിപ്പിക്കുന്ന F-35 എന്ന സ്റ്റെൽത്ത് വിമാനമായത് എന്നതും ശ്രദ്ധേയമാണ്. ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ മേഖലയിൽ യുദ്ധഭീതിയും വർദ്ധിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള വെടിയേറ്റതിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി ഇറക്കിയതെന്ന റിപ്പോർട്ടുകൾ ഇറാൻ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾക്ക് ബലം നൽകുന്നുമുണ്ട്. എങ്കിലും സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പ്രതികരിക്കാൻ US അധികൃതർ തയ്യാറായിട്ടുമില്ല. 5ാം തലമുറയിൽപ്പെട്ട അത്യാധുനിക സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനമാണ് F-35. നിലവിലെ സംഘർഷങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാധുനിക ആയുധങ്ങളിൽ ഒന്നുമാണത്. ഇറാനുമേൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ആക്രമണം ആരംഭിച്ചിട്ട് 3 ആഴ്ചയോളമാകുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയടക്കം ഇറാൻ ആക്രമണം നടത്തിയെങ്കിലും സൈനിക ശേഷിയിൽ ഇറാന് വലിയ തിരിച്ചടി നേരിട്ട് തുടങ്ങിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇക്കാരണത്താൽ യുദ്ധം അതിവേഗം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ കണക്കുകൂട്ടുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മിസൈൽ ശേഷിയിൽ മുന്നിലുള്ള ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞുവെന്നാണ് സൂചന. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28-ലേതിനേക്കാൾ 8 മുതൽ 10% വരെ ബലിസ്റ്റിക് മിസൈൽ ശേഷി ഇറാന് കുറഞ്ഞു. മിസൈലുകളും ഡ്രോണുകളും നിർമ്മിക്കുന്ന ഉൽപാദന കേന്ദ്രങ്ങളും സംഭരണശാലകളും വിതരണം നടത്തുന്ന ശൃംഖലകളും അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, എപ്പിക് ഫ്യൂറി എന്നീ സൈനിക നടപടികളിലൂടെ തകർന്നിട്ടുമുണ്ട്. 410 മുതൽ 500 മിസൈൽ ലോഞ്ചറുകൾ കയ്യിലുണ്ടായിരുന്ന ഇറാന് ഇപ്പോൾ കണക്കനുസരിച്ച് 100 മുതൽ 180 എണ്ണമേ കൈവശമുള്ളൂ. മിസൈൽ വിക്ഷേപണത്തിൽ ഇറാന് 92% വരെ ഇടിവുണ്ടായി. ഇറാന്റെ ഡ്രോൺ വിക്ഷേപണ കമാൻഡ് സെന്ററുകൾ തകർത്തു. വ്യോമാക്രമണ പ്രതിരോധ സംവിധാനം 80 മുതൽ 85% തകർക്കപ്പെട്ടു. എന്നാൽ ഹ്രസ്വകാല മിസൈൽ ഡ്രോണുകൾ അയക്കാനുള്ള പ്രാപ്തി ഇപ്പോഴും ഇറാനുണ്ട്. ആണവ കേന്ദ്രങ്ങളുടെ കാര്യത്തിലും ഇറാന് നഷ്ടം വലുതാണ്. നദാൻസ്, ഫോർഡോ എന്നീ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശം സംഭവിച്ചു. ഇവിടെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി തടസ്സപ്പെട്ടു. ഇവിടേക്കുള്ള വഴികളടക്കം അമേരിക്കയും ഇസ്രയേലും തകർത്തു. ഇസഹാൻ യുറേനിയം കൺവേർഷൻ കോംപ്ലക്സ് സൈറ്റിലും ആക്രമണമുണ്ടായി. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിൽ ഇതോടെ തകർന്നു. അമേരിക്ക ഇറാനെതിരെ ആരോപണമുന്നയിച്ച യുറേനിയം സമ്പുഷ്ടീകരണം ഇനി അവർക്ക് അടുത്തെങ്ങും പുനരാരംഭിക്കാൻ സാധ്യമല്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.